Hi everyone. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ലിറ്റററി തിയറിയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ്, ദാറ്റ് ഈസ് ന്യൂ ക്രിറ്റിസിസം. സോ നമുക്കറിയാം, നമ്മുടെ NTA നെറ്റ് എക്സാമിന്റെ ഒരു പാറ്റേൺ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന രണ്ട് മൊഡ്യൂൾസ് എന്ന് പറയുന്നത് ഒന്ന് ബ്രിട്ടീഷ് ലിറ്ററേച്ചറും രണ്ട് ലിറ്റററി തിയറിയുമാണ്. പിന്നെ കഴിഞ്ഞ രണ്ട് തവണത്തെ എക്സാംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് ജൂൺ 2024 ഡിസംബർ 2023 ഈ രണ്ട് എക്സാംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഇപ്പം കഴിഞ്ഞിട്ടുള്ള എക്സാം അതായത് ഡിസംബർ 2024 ഈ മൂന്ന് എക്സാംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഇംഗ്ലീഷിനും ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വെയിറ്റേജ് വരുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാലും ഇന്ത്യൻ നെറ്റ് എക്സാമിന്റെ തുടക്കം തൊട്ട് ഒരിക്കലും ഒരു പരിധിയിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് കുറഞ്ഞിട്ടില്ലാത്ത ഒരു ഏരിയ ആണ് ലിറ്റററി തിയറി എന്ന് പറയുന്നത്. പക്ഷേ തിയറി എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സർഫസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ക്രോണോളജി ആണെങ്കിലും റൈറ്റേഴ്സ് ഓതേഴ്സ് തമ്മിലുള്ള ഒരു കണക്ഷൻ ആണെങ്കിലും തിയറിയുടെ എസൻസ് എന്താണെന്ന് ചോദിക്കുന്നതാണെങ്കിലും എല്ലാം ആ തിയറിയും റൈറ്റേഴ്സും അറിയാമെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇതേ വെയിറ്റേജ് ഉള്ള ബ്രിട്ടീഷിൽ നിന്നും ഇന്ത്യനിൽ നിന്നും നമുക്ക് ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസിനേക്കാൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത് ലിറ്റററി തിയറിയിൽ നിന്നാണ്. സോ നിങ്ങൾ നെറ്റിന്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു മൊഡ്യൂളാണ്, അല്ലെങ്കിൽ ഒരു മൊഡ്യൂളാണ് ലിറ്റററി തിയറി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ന്യൂ ക്രിറ്റിസിസത്തിനെ കുറിച്ചാണ്. ആൻഡ് ലിറ്റററി തിയറിയിൽ ന്യൂ ക്രിറ്റിസിസത്തിന് മുൻപ്, അതായത് ഫോർമലിസം, ന്യൂ ക്രിറ്റിസിസം, സ്ട്രക്ചറലിസം തൊട്ട് ക്യോർ തിയറി വരെയുള്ള മൊഡ്യൂൾസ് നമ്മൾ പ്രീ റെക്കോർഡഡ് വീഡിയോസ് ആയിട്ടും PPTs ആയിട്ടും നോട്ട്സ് ആയിട്ടും അതുപോലെ തന്നെ അതിന്റെ മോക്ക് ടെസ്റ്റ് ആയിട്ടും നമ്മുടെ LMS പ്ലാറ്റ്ഫോമിൽ കൊടുത്തിട്ടുണ്ട്. സോ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് തിയറി പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ we can assist you, we can help you. So അപ്പൊ ഈ ഒരു ഇതിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് തിയറിയിൽ ന്യൂ ക്രിറ്റിസിസം വരെ വരുന്നത്. ബിക്കോസ് ഇറ്റ്സ് റിയലി ഇമ്പോർട്ടന്റ് ഓർ റിയലി എന്താ പറയാ സിഗ്നിഫിക്കന്റ് ടു നോ ദ ഒറിജിൻ ഓഫ് ദിസ് തിയറി. എങ്ങനെയാണ് നമ്മൾ ന്യൂ ക്രിറ്റിസിസം വരെ എത്തിയത്, എന്താണ് ന്യൂ ക്രിറ്റിസിസം, ന്യൂ ക്രിറ്റിസിസത്തിൽ മേജർ ആയിട്ട്, അതായത് നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത മൂന്ന് റൈറ്റേഴ്സ് ആരൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആൻഡ് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വേർഷൻ നിങ്ങൾക്ക് LMS അവൈലബിൾ ആയിരിക്കും. സോ സ്പീക്കിംഗ് അബൌട്ട് ന്യൂ ക്രിറ്റിസിസത്തിന് മുൻപ് തന്നെ നമ്മൾ തിയറി എന്താണ് എന്നൊന്ന് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ തിയറിയുടെ തുടക്കം എങ്ങനെയാണ് എന്നൊന്നും നമ്മൾ എങ്ങനെയാണ് ലിറ്റററി കാരണം നിങ്ങളുടെ സിലബസ് എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ തിയറി ആഫ്റ്റർ 1950s എന്നൊരു കോട്ടിലാണ് നമുക്ക് ആ ഒരു മൊഡ്യൂൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ 1920s മുൻപ് അല്ലെങ്കിൽ 1900s മുൻപ് നമ്മൾ പൊതുവെ ലിറ്റററി തിയറി ഉള്ളതായിട്ട് പറയുന്നില്ല. ക്രിറ്റിസിസം ആയിട്ടും സ്കോളർലി സ്റ്റഡീസ് ആയിട്ടും ഫിലോസഫി ആയിട്ടും ഒക്കെയാണ് നമ്മൾ പറയുന്നത്. സോ ഈ ഒരു 20th സെഞ്ചുറി ഡെവലപ്മെന്റിലാണ് നമ്മൾ തിയറിനെ കാണുന്നത്. അപ്പൊ ആ ഒരു ഡെവലപ്മെന്റിന്റെ കാരണം എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം 19th സെഞ്ചുറിയുടെ ഫസ്റ്റ് ക്വാർട്ടർ വരെ ഇംഗ്ലണ്ടിൽ എന്തായിരുന്നു ഹയർ എഡ്യൂക്കേഷൻ, അതായത് ആ ഒരു ടൈം വരെയുള്ള ഇംഗ്ലണ്ടിലെ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് എ മൊണോപോളി ഓഫ് ദി ചർച്ച് ഓഫ് ഇംഗ്ലണ്ട്. അതായത് പള്ളി തീരുമാനിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അവിടെയുള്ള മിനിസ്റ്റേഴ്സ് തീരുമാനിക്കുന്ന രീതിയിലായിരുന്നു അവിടുത്തെ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് നമുക്ക് ഉണ്ടായിരുന്നത് രണ്ട് യൂണിവേഴ്സിറ്റീസ് ആയിരുന്നു. ഒന്ന് ഓക്സ്ഫോർഡ്, രണ്ടാമത്തത് കേംബ്രിഡ്ജ്. അത് ഒരു എന്താ പറയാ ആ സെഞ്ചുറി ഈ ഒരു 10 ആ ഒരു ടൈം തൊട്ടേ നമുക്ക് കാണാൻ പറ്റുന്ന രണ്ട് യൂണിവേഴ്സിറ്റീസ് ആയിരുന്നു ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും. ഇവരൊരു മൊനാസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടായിരുന്നു പൊക്കൊണ്ടിരുന്നത്. അതായത് ഇവിടെ മെന്നിന് മാത്രമേ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുണ്ടായിരുന്നുള്ളൂ, വിമൻ വർ ഫോർബിഡഡ്. ഇതിലെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ആംഗ്ലിക്കൻ കമ്മ്യൂണിക്കൻസ് ആയിരിക്കണം, റോമൻ കാത്തലിക്സ് ആണെങ്കിൽ അവർക്ക് ഡിഗ്രി കൊടുക്കില്ല. അതുപോലെ തന്നെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഓർഡെയിൻ മിനിസ്റ്റേഴ്സ് ആയിരിക്കണം, അവര് അൺമാരീഡ് ആയിരിക്കണം. ഇവിടെ പഠിപ്പിക്കുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത് ക്ലാസിക്സ്, ഡിവിനിറ്റി ആൻഡ് മാത്തമാറ്റിക്സ്. അങ്ങനെ പക്ക ഒരു എന്താ പറയാ മോണോപോളി സ്കീം ആയിരുന്നു ഈ ഒരു ടൈമിലെ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കാത്തലിക്സ് ആണെങ്കിലും ജൂയിഷ് ആണെങ്കിലും മെത്തോഡിസ്റ്റ് ആണെങ്കിലും ദേ വർ ബാൻഡ് എൻട്രി, ഇവർക്കൊന്നും ഇവിടെ പ്രവേശനം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ ഒരു വലിയ ബ്രേക്ക് ത്രൂ വരുന്നത് യൂണിവേഴ്സിറ്റി കോളേജ് 1826 എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴാണ്. അതായത് 1826 യൂണിവേഴ്സിറ്റി കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന്റെ തന്നെ മേജർ പർപ്പസ് എന്ന് പറയുന്നത് ഓക്സ്ഫോർഡ് ആൻഡ് കേംബ്രിഡ്ജിലുള്ള ലിമിറ്റേഷൻസിനെ മാറ്റുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരുന്നു. ആൻഡ് ദേ അവാർഡഡ് ഡിഗ്രീസ് ടു ഓൾ
all men irrespective of the religion. അവര് കാത്തലിക് ആണെങ്കിലും ജൂയിഷ് ആണെങ്കിലും മെത്തഡിസ്റ്റ് ആണെങ്കിലും ഇവർക്ക് എല്ലാവർക്കും എന്താണ് ഡിഗ്രീസ് അവാർഡ് ചെയ്യുന്ന ഒരു സ്കീം നമുക്ക് കാണാനായിട്ട് പറ്റും. ആൻഡ് 1828 അവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒരു സബ്ജക്ട് ഓഫ് സ്റ്റഡി ആയിട്ട് അവിടെ ഓഫർ ചെയ്യുന്നത്. ആൻഡ് ദ ഫസ്റ്റ് പ്രൊഫസർ ഓഫ് ഇംഗ്ലീഷിനെ അപ്പോയിന്റ് ചെയ്യുന്നത് 1829 അതുപോലെ തന്നെ അത് ഇംഗ്ലീഷ് ലാംഗ്വേജ്. പിന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആദ്യമായിട്ട് ഒരു സ്റ്റഡി വരുന്നത് കിങ്സ് കോളേജ് ആണ്. കിങ്സ് കോളേജും പിന്നീട് യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അത് 1831 അപ്പൊ ഇതെല്ലാമായിരുന്നു ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ ഒരു തുടക്കം. കാരണം നമ്മൾ പറഞ്ഞു ഇതിനു മുൻപ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്നില്ല. ഇംഗ്ലീഷ് ഒരു മിഡിൽ ക്ലാസിന്റെ ലാംഗ്വേജ് ആയിരുന്നു. ദേ വർ ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു ക്ലാസിക്കൽ റൈറ്റേഴ്സിനും ക്ലാസിക്കൽ ഫിലോസഫേഴ്സിനുമായിരുന്നു ഇമ്പോർട്ടൻസ്. പക്ഷേ ഒരു 1825 അതായത് മെയിൻലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി കോളേജിന്റെ എസ്റ്റാബ്ലിഷ്മെന്റോട് കൂടിയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു സബ്ജക്ട് ഓഫ് സ്റ്റഡി ആയിട്ട് ഇവിടെ വരുന്നത്. പിന്നെ അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമായിരുന്നു, അതായത് വിമന് ഗർട്ടൺ കോളേജിലാണ് കേംബ്രിഡ്ജിൽ 1869 ആദ്യമായിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത്. പിന്നെ ന്യൂഹാം കോളേജ് കേംബ്രിഡ്ജ് 1875 ഇത് ഓപ്പൺ ടു വിമൻ, ബട്ട് ദേ കുഡ് നോട്ട് റിസീവ് ആക്ച്വൽ ഡിഗ്രീസ്. അവർക്ക് ഒരിക്കലും ആക്ച്വൽ ഡിഗ്രി അവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അണ്ടിൽ 90. അതായത് ഇവിടെ വന്ന് പഠിക്കാം, പക്ഷെ ഞങ്ങൾ ഡിഗ്രി തരില്ല എന്നൊരു സ്കീമായിരുന്നു. ഓക്സ്ഫോർഡില് 1920 കേംബ്രിഡ്ജില് 1948 ഇവർക്ക് ഡിഗ്രി അവാർഡ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. പക്ഷെ ഇതിനു മുൻപും യൂണിവേഴ്സിറ്റി കോളേജില് 1879 തൊട്ട് ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ US ബ്രിട്ടനേക്കാളും വളരെ മുൻപേ വിമന് പഠിക്കാം, അവർക്ക് ഡിഗ്രി കൊടുക്കാം, ഈ ഒരു കാര്യങ്ങളിലൊക്കെ ഒരു പുരോഗമനം വന്നിരുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇംഗ്ലീഷ് സ്റ്റഡിയിൽ ഏറ്റവും വലിയൊരു മാറ്റം കൊണ്ടുവരുന്നത് FD മോറിസ് ആണ്. ഓക്കെ, FD മോറിസ് ആണ് ഇതിലൊരു വലിയ മാറ്റം കൊണ്ടുവരുന്നത്. ആൻഡ് ഹി വാസ് അപ്പോയിന്റഡ് ആസ് പ്രൊഫസർ അറ്റ് കിങ്സ്. കിങ്സിലെ പ്രൊഫസറായിട്ട് അദ്ദേഹത്തിനെ അപ്പോയിന്റ് ചെയ്യുന്നു. അദ്ദേഹം ഈ ഇൻട്രൊഡ്യൂസ്ഡ് ഒരു സെറ്റ് ബുക്സ് ഒക്കെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ ഇന്നും അദ്ദേഹത്തിന്റെ ഒരു ഇനോഗ്രൽ ലെക്ചർ, ഇതിന്റെ തുടക്കത്തിലുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ഇനോഗ്രൽ ലെക്ചർ ആണ് നമ്മൾ ഇന്നും ലിറ്റററി സ്റ്റഡിയുടെ ഒരു പ്രിൻസിപ്പിൾ ആയിട്ട് നമ്മൾ കാണുന്നത്. സോ അപ്പൊ ഇവിടെ ലിറ്ററേച്ചർ ആസ് ദി പർട്ടിക്കുലർ പ്രോപ്പർട്ടി ഓഫ് ദി മിഡിൽ ക്ലാസ്. അപ്പൊ ഇവിടെ ഈ ഇനോഗ്രൽ സ്പീച്ചിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ളതാണ്. ഇത് നമ്മൾ മക്കൗലീസ് മിനിറ്റിലൊക്കെ പറയുന്ന ആ ഒരു സെയിം ആശയം തന്നെയാണ്. അതായത് എന്ന് വെച്ചാൽ ആ ഒരു സെയിം ആശയമല്ല, ആ ഒരു രീതി, അതായത് ഒരു നാഷണലിസം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതായത് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് മിഡിൽ ക്ലാസിന്റെ ലാംഗ്വേജ് ആണ്. സോ നമ്മൾ ആ ഒരു ലാംഗ്വേജിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ വി ക്യാൻ ബ്രിങ് എ സോർട്ട് ഓഫ് നാഷണലിസം ഓർ വി ക്യാൻ ബ്രിങ് എ സോർട്ട് ഓഫ് കമ്മ്യൂണിറ്റി ഫീലിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് FD മോറിസിന്റെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. സോ അപ്പൊ അദ്ദേഹം പറയുന്ന കാര്യമായിരുന്നു literature as the particular property of the middle class and the expression of the values. Okay, so middle class represents the essence of Englishness. നമ്മൾ ഈ ക്ലാസിക്സിലൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ നമുക്ക് വലിയ ഗുണമൊന്നുമില്ല. അറ്റ് ദ സെയിം ടൈം ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് അതൊരു എന്താ പറയാ, അതൊരു സബ്ജക്ട് അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് എന്നതിനേക്കാൾ ഉപരി ബ്രിട്ടന്റെ ഒരു എസെൻസ് ആണ്. ആ എസെൻസ് ആയിട്ട് അതിന്റെ ലാംഗ്വേജിനെ കാണണം എന്നുള്ളൊരു സ്കീമാണ്. So middle class education should be specifically English and therefore should center on English literature. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു കൺവെൻഷണൽ റീഡിംഗ്. പിന്നെ ഇതിനു മുൻപ് മാത്യു ആർണൽഡ് 1850s ആ ഒരു ടൈമിലൊക്കെ ഇംഗ്ലീഷിന്റെ ആ ഒരു സബ്ജക്റ്റിന്റെ ഒരു ഒറിജിൻ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഇത് അതിന്റെ പീക്കിൽ എത്തുന്നത് ന്യൂബോൾട്ട് റിപ്പോർട്ട് ഓൺ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് ഇൻ ഇംഗ്ലണ്ട് ഇൻ 1921 ആണ്. ഈ ഒരു ടൈം കൊണ്ട് അത് അതിന്റെ പീക്കിൽ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഈ ഒരു റിപ്പോർട്ടിലാണ് പറയുന്നത് ഇംഗ്ലീഷ് കുട്ടികൾക്ക് ഏറ്റവും ഏർലി ഏജ് തൊട്ടേ പഠിപ്പിച്ചു തുടങ്ങണം. അതുപോലെ തന്നെ ഓറൽ വർക്ക് ഷുഡ് ബി ദ ഫൗണ്ടേഷൻ of writing English. Children should be taught to listen as well as read and write. അപ്പൊ ഈ പറയുന്ന 4 സ്പീക്സിൽ, കാരണം അവർക്ക് സ്പീക്കിങ്ങിന്റെ ആവശ്യമില്ല, പക്ഷെ ബാക്കി 3 സ്കിൽസിലും ഇംഗ്ലീഷ് പഠിപ്പിക്കണം. അതുപോലെ തന്നെ കരിക്കുലം എസ്പെഷ്യലി ഫ്രം 14 to 16 ഇംഗ്ലീഷ് ആയിരിക്കണം ബേസിക് ലാംഗ്വേജ്. അങ്ങനെ ഒരു കുറെ ഇംഗ്ലീഷിന് ഇമ്പോർട്ടൻസ്. അപ്പൊ അതോടുകൂടിയാണ് ഇംഗ്ലീഷ് ആസ് എ സബ്ജക്ട് അതിന്റെ പീക്കിൽ എത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. വിത്ത് ന്യൂബോൾട്ട് റിപ്പോർട്ട് ഓൺ ദി ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് ഇൻ ഇംഗ്ലണ്ട് ഇൻ 1921. ആൻഡ് ഓക്സ്ഫോർഡ് ഇപ്പോഴും ഇറ്റ് ഹെൽഡ് ഔട്ട് അഗെയിൻസ്റ്റ് ദ സ്റ്റഡി ഓഫ് ഇംഗ്ലീഷ് അണ്ടിൽ 1894 ആൻഡ് കേംബ്രിഡ്ജ് അണ്ടിൽ 1911. അപ്പൊ ഇതിന് ഈ 2 വർഷങ്ങൾക്കും ശേഷമാണ് ഇംഗ്ലീഷ് ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും വരുന്നത്.
പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അതായത് ഇംഗ്ലീഷിന്റെ ഒരു തുടക്കത്തിൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ട ഒരു റൈറ്ററാണ് എഡ്വേർഡ് ഫ്രീമാൻ. കാരണം എഡ്വേർഡ് ഫ്രീമാൻ ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ് ആയാൽ ഉള്ള പ്രശ്നം, അതായത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഒരു സബ്ജക്റ്റ് ആയിട്ട് വന്നാൽ ഉള്ള പ്രോബ്ലം ആണ് ഇവിടെ പറയുന്നത്. ഇത് ഇന്നും നമ്മൾ ഒരു പ്രോബ്ലം ആയിട്ട് തന്നെ റിഗാർഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. We are told that the study of literature cultivates the taste, educate the sympathies and enlarge the mind. These are all excellent things, only we cannot examine taste and sympathies. അതായത് നമ്മൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ അതിന്റെ പേർപ്പസ് ആയിട്ട് നമ്മൾ പറയുന്നത് ഇത് സിമ്പതി ഉണ്ടാക്കുന്നു, മൈൻഡിനെ എൻലാർജ് ചെയ്യുന്നു എന്നൊക്കെയാണ്. പക്ഷേ ഫ്രീമാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതൊരു എക്സാമിനർ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റീവ് സ്റ്റഡിയാണ്. അപ്പൊ ആ ഒരു സ്റ്റഡി ഒരു എക്സാമിനറിന് ഒരു ഒബ്ജക്റ്റീവ് മാനദണ്ഡങ്ങളും ഇല്ലാതെ എങ്ങനെ എക്സാമിൻ ചെയ്യാം, അത് ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൽ കാണുന്ന ഒരു പ്രോബ്ലം ആണ്. ആൻഡ് ഹി വൺ ദാറ്റ് ആർഗ്യുമെന്റ്. ഓക്കെ, ഹി വൺ ദാറ്റ് ആർഗ്യുമെന്റ്. അങ്ങനെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ തന്നെ പഠിക്കാനായിട്ട് പറ്റില്ല, അത് ലാംഗ്വേജിന്റെ കൂടെ പഠിക്കണം എന്നൊരു നിയമം വന്നു. ഇപ്പൊ നിങ്ങളിലാണെങ്കിലും MA പഠിക്കുന്ന പലർക്കും അറിയാവുന്ന ഒരു കാര്യം ഇതായിരിക്കും. അതായത് നിങ്ങൾ എടുത്ത MA എന്ന് പറയുന്നത് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ആയിരിക്കും. പക്ഷെ അതിൽ ചിലപ്പോൾ നിങ്ങൾ ലാംഗ്വേജ് ഒരു പേപ്പർ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ, ബാക്കി 15 to 16 പേപ്പേഴ്സും ലിറ്ററേച്ചർ തന്നെയായിരിക്കും. പക്ഷെ അത് ഇതായിരുന്നു അതിന്റെ ഒരു തുടക്കം. അതായത് ലിറ്ററേച്ചർ നമുക്ക് തന്നെ പഠിക്കാൻ പറ്റില്ല, ഇറ്റ് ഷുഡ് ബി സ്റ്റഡീഡ് അലോങ് വിത്ത് ലാംഗ്വേജ്. ലിറ്ററേച്ചറിനെ തന്നെയായിട്ട് നമുക്കൊരു അക്കാഡമിക് സബ്ജക്റ്റ് ആയിട്ട് കാണാൻ പറ്റില്ല എന്നൊരു രീതി. പക്ഷേ ഇതില് ഇംഗ്ലീഷ് കോഴ്സ് ഓക്സ്ഫോർഡിൽ സെറ്റ് ചെയ്യുന്നത് 1894 അപ്പൊ ഈ ഒരു ടൈമിൽ അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ഹിസ്റ്റോറിക്കൽ ലാംഗ്വേജ് സ്റ്റഡിയാണ്. അതായത് ലാംഗ്വേജ് സ്റ്റഡി എന്ന് പറയുമ്പോഴത്തേക്കും അതിന് കുറച്ചും കൂടി പറയുന്ന ക്രോണോളജിയും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് ഇറ്റ് വാസ് റിഗാർഡഡ് ടു ബി ഒബ്ജക്റ്റീവ് ആണ്, ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടൊക്കെ ആയിരുന്നു. സോ അപ്പൊ അവര് ഇംഗ്ലീഷ് ലാംഗ്വേജ് സെറ്റ് ചെയ്തപ്പം അതിന്റെ കൂടെ ഈ പറഞ്ഞൊരു ഹിസ്റ്റോറിക്കൽ ലാംഗ്വേജ് സ്റ്റഡിയും കൊണ്ടുവന്നു. പിന്നീട് ആ ഒരു മെത്തേഡ് മാറ്റിയിട്ട് അത് കുറച്ചും കൂടി ഒരു ഫിലോളജിക്കൽ മെത്തേഡായി. ഫിലോളജിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് ജർമ്മൻ യൂണിവേഴ്സിറ്റീസിന്റെ ഒരു ഇൻഫ്ലുവൻസിൽ നിന്ന് വന്നതാണ്. അതായത് ഇവിടെ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ആ ലാംഗ്വേജിനെ തന്നെയാണ്. ലാംഗ്വേജിനെ തന്നെ എന്ന് പറഞ്ഞാൽ ഗ്രാമർ, ലിറ്റററി ടേംസ്, ഡിവൈസസ് ലൈക് സിമിലി, മെറ്റഫോർ, റൂട്ട്, റിതം, മീറ്റർ, അങ്ങനെയുള്ള കോൺസെപ്റ്റ് ഒരു സ്റ്റഡി ആയിട്ട് പിന്നീട് അത് മാറുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നീട് അത് റിട്ടോറിക്കലായി. ഓക്കെ, ആദ്യമേ ഹിസ്റ്റോറിക്കൽ ആയിരുന്നു, ഫിലോളജിക്കലോട്ട് മാറി, പിന്നെ അത് റിട്ടോറിക്കലായി. റിട്ടോറിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ റൈറ്റേഴ്സിന്റെ അനോട്ടഡ് എഡിഷൻസ് എടുത്തുകൊണ്ട് അതെങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ, ലെൻഡ് മീ യോർ ഇയേഴ്സ്, അതൊക്കെ ഒരു റിട്ടോറിക്കൽ രീതിയിൽ പഠിപ്പിക്കുന്നു. അപ്പൊ ഇതിന്റെ ഒരു പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇംഗ്ലീഷ് സബ്ജക്ട് എടുക്കുന്നത് പിന്നീട് പല മേഖലകളിലുള്ള ആണുങ്ങളായിരുന്നു. അതായത് പൊളിറ്റിക്സ്, റിലീജിയൻ, അപ്പൊ അവർക്കൊക്കെ ഈ റിട്ടോറിക്സ് കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഒറേറ്ററി സ്കില്ല് കൊണ്ട് കാര്യം ഉണ്ടായിരുന്നു. അപ്പം അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ ഒന്ന് മോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു യൂസ് ആയിരുന്നു ഈ ഒരു റിട്ടോറിക്കൽ സ്റ്റഡി കൊണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു വൊക്കേഷണൽ ട്രെയിനിങ് ആയിട്ടായിരുന്നു ഇംഗ്ലീഷ് സ്റ്റഡിയുടെ പേർപ്പസ് മാറിക്കൊണ്ടിരുന്നത്. പിന്നെ ഇതിൽ നിന്നെല്ലാം മാറി നമ്മൾ ഇന്ന് കണ്ടുവരുന്ന ആ ഒരു ചേഞ്ചിലോട്ട് കൊണ്ടുവരുന്നത് 1920s 3 കേംബ്രിഡ്ജ് സ്റ്റാഫുകളായിരുന്നു. എ ഗ്രേറ്റ് സെൻസ് ഓഫ് ഡയറക്ഷൻ വാസ് ഗിവൺ ടു ഇംഗ്ലീഷ് ഇൻ ദി കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് സ്കൂൾ ഇൻ ദ 1920s. കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് ആണ് 1920s ഇന്ന് നമ്മൾ കണ്ടുവരുന്നതിലോട്ട് ഇത് കൊണ്ടുവരുന്നത്. ആൻഡ് ഇതിന് പിന്നിൽ മെയിൻ ആയിട്ടും 3 തിയറിസ്റ്റുകളായിരുന്നു അല്ലെങ്കിൽ 3 റൈറ്റേഴ്സ് ആയിരുന്നു. ഐയർ റിച്ചാർഡ്സ്, വില്യം എംസൺ ആൻഡ് FR ലെവിസ്. ഇവരാണ് ഈ പറയുന്ന ഒരു തിയറിറ്റിക്കൽ സ്റ്റഡി ആയിട്ട് ലിറ്ററേച്ചറിനെ എടുക്കാനായിട്ട് തുടങ്ങിയത്. അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ, നമ്മൾ ഈ പറഞ്ഞതുപോലെ ഹിസ്റ്ററി കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു ഈ ഹിസ്റ്ററിയും കോണ്ടെക്സ്റ്റും എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ആ ടെക്സ്റ്റിന്റെ ഉള്ളിൽ തന്നെ ഒരു സയന്റിഫിക് സ്റ്റഡി കൊണ്ടുവന്നിട്ടുള്ള 3 റൈറ്റേഴ്സ് ആയിരുന്നു ഐയർ റിച്ചാർഡ്സ്, വില്യം എംസൺ ആൻഡ് FR ലെവിസ്. ഇവരെ 3 പേരെയാണ് നമ്മൾ ഇപ്പോഴും ന്യൂ ക്രിറ്റിസിസത്തിന്റെ പീക്ക് റൈറ്റേഴ്സ് ആയിട്ട് നമ്മൾ കണ്ടുവരുന്നത്. സോ ലെറ്റ്സ് മൂവ് ബാക്ക് ടു ന്യൂ ക്രിറ്റിസിസം. അപ്പൊ ന്യൂ ക്രിറ്റിസിസത്തിന്റെ ഒരു ഫൗണ്ടർ ആയിട്ടൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഒരാളാണ് ഐയർ റിച്ചാർഡ്സ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അല്ലാതെ ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ട് പറഞ്ഞു പോവാണ്.
അപ്പൊ ഐ.എ. റിച്ചാർഡ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിന്, അപ്പൊ ഇത്രയും നാളും ഫ്രീമാൻ ഒക്കെ പറഞ്ഞ പ്രോബ്ലം എന്തായിരുന്നു, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് പോയിന്റ് ഓഫ് വ്യൂവിലല്ല എടുക്കുന്നത്, അത് സബ്ജക്റ്റീവ് പോയിന്റ് ഓഫ് വ്യൂവിലാണ്, അത് നമുക്ക് എക്സാമിൻ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയായിരുന്നു. അപ്പൊ ഹി ഈസ് ആക്ച്വലി ദ പേഴ്സൺ ഹു ഫസ്റ്റ് ബ്രോട്ട് ആൻ ഒബ്ജക്റ്റീവ് പോയിന്റ് ഓഫ് വ്യൂ ടു ലിറ്ററേച്ചർ. ലിറ്ററേച്ചറിലോട്ട് ഒരു ഒബ്ജക്റ്റീവ് പോയിന്റ്, അതായത് ലാംഗ്വേജ് വേറെ ലിറ്ററേച്ചർ വേറെ എന്ന് ലാംഗ്വേജിനെയും ലിറ്ററേച്ചറിനെയും ഒരു ഡിസിസീവ് ബ്രേക്ക് കൊണ്ടുവരുന്നത് ഐ.എ. റിച്ചാർഡ്സ് ആയിരുന്നു. ആൻഡ് ഐ.എ. റിച്ചാർഡ്സ് കൊണ്ടുവന്ന ടെക്നിക് ആയിരുന്നു പ്രാക്ടിക്കൽ ക്രിറ്റിസിസം. അപ്പൊ ഈ പ്രാക്ടിക്കൽ ക്രിറ്റിസിസത്തിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ലിറ്ററേച്ചറിന്റെ ഒരു ക്ലോസ് സ്റ്റഡി, അതായത് യു ആർ ലുക്കിംഗ് ഇൻ ടു ദ ടെക്സ്റ്റ് വിതൗട്ട് ഗിവിംഗ് എനി ഇമ്പോർട്ടൻസ് ടു ദി ഹിസ്റ്ററി ഓർ ദി കോണ്ടെക്സ്റ്റ്. ഓക്കെ, ഹിസ്റ്ററിയോ കോണ്ടെക്സ്റ്റോ അതിന്റെ പർപ്പസോ ഒന്നുമല്ല, ആ ടെക്സ്റ്റിനെ തന്നെ നമ്മൾ നോക്കുന്നു എന്നൊരു സ്റ്റഡി ആയിരുന്നു അദ്ദേഹം പ്രാക്ടിക്കൽ ക്രിറ്റിസിസത്തിൽ കൊണ്ടുവരുന്നത്. ആൻഡ് ഹി അഡ്വക്കേറ്റഡ് ദാറ്റ് ദ സ്റ്റുഡന്റ് ഷുഡ് ലേൺ ദ ടെക്നിക്സ് ഓഫ് പ്രാക്ടിക്കൽ ക്രിറ്റിസിസം. അതായത് ഇവര് ആ വേർഡ്സ് ഓൺ ദ പേജിനെ അനലൈസ് ചെയ്യണം എന്നൊരു കോൺസെപ്റ്റിലോട്ടാണ് കൊണ്ടുവരുന്നത്. ആൻഡ് റിച്ചാർഡ്സ് ആർഗ്യൂഡ് ദാറ്റ് there should be much more close attention to the precise details of the text. അതായത് ഈ ഒരു ടെക്സ്റ്റിന് നമ്മളൊരു ക്ലോസ് അറ്റൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു ക്ലോസ് റീഡിംഗ് ടെക്നിക്. യു ആർ നോട്ട് ലുക്കിംഗ് to the outside of the text, you are looking into the text, you are looking to the pages of the text, so you are looking to the words on the page. ആ ഒരു കോൺസെപ്റ്റിലോട്ട് ലിറ്ററേച്ചറിനെ കൊണ്ടുവരുന്നത് ഐ.എ. റിച്ചാർഡ്സ് ആണ്. ഓക്കെ, ആൻഡ് ഐ.എ. റിച്ചാർഡ്സിന്റെ ഈ പറഞ്ഞതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റെക്കോർഡഡ് വീഡിയോസ് ഉണ്ട്. അപ്പം അതിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് വർക്ക്സ്, അപ്പൊ നിങ്ങൾ നെറ്റിന് പഠിക്കുമ്പോഴത്തേക്ക് ഓർക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിന്റെ വർക്ക്സ് എടുക്കുക, ആ വർക്ക്സിനെ ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യുക, ആൻഡ് ദെൻ യു സ്റ്റഡി ഓൾ നെയിംസ് ഓഫ് ഓൾ ദ വർക്ക്സ് റിട്ടേൺ ബൈ ഹിം, ദെൻ ഗോ ഫോർ ദി മേജർ കോൺസെപ്റ്റ്സ്, അദ്ദേഹത്തിന്റെ ഫീലിംഗ്സ്, അങ്ങനത്തെ ഉള്ള ഫീലിംഗ്സ്, സെൻസ്, ഇമോഷൻസ്, അങ്ങനത്തെ ആ കുറച്ച് മീനിങ്സിന്റെ 4 kinds of meanings ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കുക. Then we have William Empson. At that time he was a pupil of I.A. Richards. അപ്പൊ അദ്ദേഹത്തിന്റെ മെന്റർ ആയിട്ടുള്ള ഐ.എ. റിച്ചാർഡ്സ് കൊണ്ടുവന്ന പ്രാക്ടിക്കൽ ക്രിറ്റിസിസം അതിന്റെ എക്സ്ട്രീം വേർഷനിലോട്ട് വിത്ത് എക്സാമ്പിൾ കൊണ്ടുവന്നതാണ് വില്യം എംസൺ ഇൻ ഹിസ് വർക്ക് 7 Types of Ambiguity, which was published in the year 1930. ഇതൊരു അൾട്രാ ക്ലോസ് ഫോം ഓഫ് റീഡിംഗ് ആണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഐ.എ. റിച്ചാർഡ്സിന്റെ ക്ലോസ് റീഡിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് പുള്ളി അതിന്റെ എക്സ്ട്രീം വേർഷനിലോട്ട് കൊണ്ടുവരുവാണ്. അപ്പൊ ഇവിടെ he identifies 7 different types of verbal difficulty which he calls as ambiguity. ഈ 7 types of verbal difficulty നെയാണ് അദ്ദേഹം ambiguity എന്ന് പറയുന്നത്, which begins with metaphor. അപ്പം ഇത് അദ്ദേഹം എടുക്കുന്നത് പോയട്രിയിലാണ്. ആൻഡ് he gave examples of them with worked analysis. അതായത് ഒരു സ്ക്രൂട്ടിനിയാണ്, അത്രയും ഒരു എന്താ പറയുക ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലോസ് റീഡിംഗ് വിത്ത് പോയട്രിയിൽ അദ്ദേഹം എക്സാമ്പിൾ ആയിട്ട് കൊണ്ടുവരുമായിരുന്നു. And it uses intelligence on poetry as seriously as if it were mathematics. അതായത് നമ്മൾ മാത്തമാറ്റിക്സിന് യൂസ് ചെയ്യുന്ന അത്രയും തന്നെ ഇന്റലിജൻസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ടൈപ്പ് അനാലിസിസ് നമുക്ക് നടത്താനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് T.S. Eliot ഈ ഒരു വർക്കിനെ he called it as the lemon squeezer school of criticism. കാരണം അത്രയും എന്താ പറയാ പിഴിഞ്ഞെടുക്കുന്ന രീതിയിലുള്ള ഒരു ക്രിറ്റിസിസം ആയിരുന്നു വില്യം എംസൺ കൊണ്ടുവന്നിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന അടുത്തൊരു റൈറ്റർ ആണ് F.R. ലിവിസ്. അപ്പം F.R. ലിവിസ് കൊണ്ടുവന്ന ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇത് പോയട്രി എന്നതിൽ നിന്ന് മാറ്റി പല ജോണേഴ്സിലോട്ട് അല്ലെങ്കിൽ പല വർക്ക്സുകളിലോട്ട്, നോവൽസ്, അങ്ങനെയുള്ള പല രീതി ജേർണലിസം അതിലോട്ടൊക്കെ കൊണ്ടുവന്നു. അപ്പം 1920 അദ്ദേഹം QD റോത്തിനെ പരിചയപ്പെടുന്നതും ഇവർ പിന്നീട് കല്യാണം കഴിക്കുന്നതും. ടുഗദർ ദേ വർ നോൺ ആസ് QD ലിവൈസ്. ആൻഡ് ഇവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് സ്ക്രൂട്ടിനി എന്ന് പറയുന്ന ഒരു ജേർണൽ കൊണ്ടുവരുന്നു. ആൻഡ് that happened in 1932 and it ran for 21 years. അപ്പൊ അദ്ദേഹത്തിന്റെ ഡോക്ടറൽ തീസിസ് എന്ന് പറയുന്നത് ജേർണലിസവും ലിറ്ററേച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പും, അടുത്തത് QD റോത്തിൻ്റെത് പോപ്പുലർ ഫിക്ഷനിലുമായിരുന്നു. ഇത് രണ്ടും ആ ഒരു ടൈമിൽ ഒട്ടും പോപ്പുലർ അല്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു മെർജിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ they were known to be a controversial couple. അതിന്റെ കൂടെയാണ് അവരുടെ ഈ ഒരു സ്ക്രൂട്ടിനിയും കാര്യങ്ങളും എല്ലാം വരുന്നത്. പിന്നെ he extended the close reading method beyond poetry to novels and other materials. അദ്ദേഹത്തിന്റെ ആ ഒരു the great traditionലൊക്കെ നമുക്ക് ഈ ഒരു കാര്യമാണ് കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് വളരെ ലെങ്തി ആയിട്ടുള്ള കൊട്ടേഷൻസ് ആയിരുന്നു. അതുപോലെ തന്നെ
ഭയങ്കര മോറൽ ആയിരുന്നു. ഓക്കെ, ലിറ്ററേച്ചറിന് ഒരു മോറൽ പേർപ്പസ് ഉണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു റൈറ്റർ ആയിരുന്നു. അതുപോലെ തന്നെ ഇറ്റ്സ് പേർപ്പസ് ഇസ് ടു ടീച്ചേഴ്സ് അബൌട്ട് ലൈഫ്, ടു ട്രാൻസ്മിറ്റ് ഹ്യൂമൻ വാല്യൂ. സോ പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദ പ്രോജക്ട് ഓഫ് തിയറി 1960s തൊട്ട് ഈ പറഞ്ഞതുപോലെ ലിറ്റററി സ്റ്റഡീസും അക്കാഡമിക് ഫീൽഡ്സും തമ്മിലുള്ളൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. കാരണം ഈ 3 റൈറ്റേഴ്സിന്, അതായത് I.A. റിച്ചാർഡ്സ്, വില്യം എംസൺ, F.R. ലെവിസ്, ഇവരെ 3 പേരെ എടുത്താൽ ഇവർ കൊണ്ടുവന്ന കാര്യം എന്ന് പറഞ്ഞാൽ ലിറ്ററേച്ചറിനെ ഒരു ഇൻഡിവിജ്വൽ സബ്ജക്ട് ഓഫ് സ്റ്റഡി ആക്കി മാറ്റുക എന്നുള്ളതായിരുന്നു. സോ പിന്നീട് വരുന്ന റൈറ്റേഴ്സ് ഒക്കെ ന്യൂ ഹിസ്റ്റോറിസിസം ആണെങ്കിലും കൾച്ചറൽ സ്റ്റഡീസ് ആണെങ്കിലും ഇറ്റ് വാസ് റിയലി ഹാർഡ് ഫോർ ദം ടു ബ്രിങ് എ കണക്ഷൻ ബാക്ക് ബിറ്റ്വീൻ ലിറ്ററേച്ചർ ടു ദി ഡിഫറെന്റ് അക്കാഡമിക് ഫീൽഡ്സ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇവര് ചെയ്തത്. അപ്പൊ നമ്മൾ ന്യൂ ക്രിറ്റിസിസം പഠിക്കുമ്പോൾ ഈ 3 റൈറ്റേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. ഇതല്ലാതെ ന്യൂ ക്രിറ്റിസിസത്തിൽ വേറെ ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ട്. ഈ 3 പേരാണ് ഇതിന്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ ഫേസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇൻ ഡിസംബർ 2022 there was a question: which of the following is true in the context of new criticism? Which of the following is true in the context of new criticism? It follows the tradition of historical criticism. The main law of new criticism is that it should be subjective. Okay, നമുക്ക് ഓർഡറിൽ പോവാം. It follows the tradition of historical criticism അല്ല. നമുക്കറിയാം ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിക്കൽ സ്റ്റഡി ബേസ്ഡ് ഓൺ ദി ഓതർ കോണ്ടെക്സ്റ്റ് ഒക്കെ ആയിരുന്നു. അതല്ല. ദ മെയിൻ ലോ ഓഫ് ന്യൂ ക്രിറ്റിസിസം ഈസ് ദാറ്റ് ഇറ്റ് ഷുഡ് ബി സബ്ജക്റ്റീവ് അനാലിസിസ്. അത് നമുക്കറിയാം. അതല്ല. കാരണം ഒബ്ജക്റ്റീവ് പോയിന്റ് ഓഫ് വ്യൂവിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് ന്യൂ ക്രിറ്റിസിസം വരുന്നത്. The distinctive procedure for a new criticism is explication. That is actually the correct answer. കാരണം ഇവിടെ ഈ എക്സ്പ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് എക്സ്പ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ക്ലോസ് റീഡിംഗ് തന്നെയാണ്. സോ ക്ലോസ് റീഡിംഗ് ഓർ എക്സ്പ്ലിക്കേഷൻ ഇറ്റ് ഈസ് സെൻട്രൽ ടു ന്യൂ ക്രിറ്റിസിസം. ന്യൂ ക്രിറ്റിസിസം യൂസ് ചെയ്യുന്ന ടെക്നിക് എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന എക്സ്പ്ലിക്കേഷൻ അല്ലെങ്കിൽ ക്ലോസ് റീഡിംഗ് ആണ്. സോ ഇറ്റ് ഇൻവോൾവ്സ് എ ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് ദിസ് ടെക്സ്റ്റ് ഫോർമൽ എലമെന്റ്സ് ലൈക്ക് സ്ട്രക്ചർ, ഇമേജറി, പാരഡോക്സ്, ഐറണി ടു അൺകവർ ഇറ്റ്സ് മീനിങ്. അതാണ് ബേസിക്കലി ഇതിന്റെ അകത്ത് നടക്കുന്നത്. So the option C is the right answer. Let's just look at the option D. The distinction between literary genres does play a essential role in new criticism. That's also an incorrect statement. ഇതും അതിനകത്ത് നോക്കുന്ന ഒരു കാര്യമല്ല. So the correct answer is option C. The distinctive procedure for new criticism is explication. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെ തിയറി വന്നു അല്ലെങ്കിൽ എങ്ങനെ ന്യൂ ക്രിറ്റിസിസം വരെ എത്തി, ഹൂ ആർ ദ മേജർ 3 റൈറ്റേഴ്സ് ഓഫ് ന്യൂ ക്രിറ്റിസിസം, ഇതാണ് നമ്മൾ മെയിൻ ആയിട്ടും നോക്കിയത്. പക്ഷെ നിങ്ങൾ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ LMS ന്യൂ ക്രിറ്റിസിസത്തിനെ കുറിച്ചും അതുപോലെ തന്നെ അതിൽ വരുന്ന ഓരോ റൈറ്റേഴ്സിനെ കുറിച്ചുള്ള പ്രീ റെക്കോർഡഡ് വീഡിയോസും PPTസും നോട്ട്സും എല്ലാം അവൈലബിൾ ആണ്. സോ അപ്പം നോട്ട്സ് എന്ന് പറയുന്നത് പൊതുവെ നമ്മുടെ JRF പാക്കേജിലാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു കാര്യം, അതായത് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണം അതിന്റെ വർക്ക്സ്, അതിന്റെ ക്രോണോളജിക്കൽ ഓർഡർ ആണെങ്കിൽ അവർ LMS പ്ലാറ്റ്ഫോം ഇസ് ഓൾവേസ് ദർ ടു അസിസ്റ്റ് യു. സോ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്, യു വിൽ ഗെറ്റ് ആൻ ഐഡിയ. ബിക്കോസ് നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുന്നതും സർഫസ് ലെവലിൽ നിന്ന് തന്നെയാണ് ചോദിക്കുന്നത്. Okay, so this is a brief idea about the beginning of literary theory and new criticism, and that's all for this video. Thank you.